നിലാവിൽ മണൽക്കാടുകൾ കീറിമുറിച്ചുകൊണ്ട് ആ ഒട്ടകം മുന്നോട്ട് നീങ്ങി. അല്പനേരത്തിനുള്ളിൽ തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരുമെന്ന പ്രതീക്ഷയിൽ അയാൾ ചാട്ട കൊണ്ട് ഒട്ടകത്തെ ആഞ്ഞടിച്ച് വേഗത കൂട്ടി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറവോകളുടെ മൃതദേഹങ്ങൾ മമ്മികളായി സംരക്ഷിച്ചിരുന്ന രാജാക്കന്മാരുടെ താഴ്വരയിലേക്ക് അയാൾ പ്രവേശിച്ചു. തലേന്ന് രാത്രി വരെ താൻ പാതിയിൽ നിർത്തിവെച്ച തൻ്റെ അന്വേഷണം അയാൾ പുനരാരംഭിച്ചു. യുഗങ്ങളായി മനുഷ്യർ യാത്ര ചെയ്യാതിരുന്ന ആ ജീർണിച്ച തുരങ്കത്തിലൂടെ അയാൾ നടന്നു നീങ്ങി. അയാൾ എത്തിപ്പെട്ടത് വലിയൊരു വാതിലിന് മുമ്പിലായിരുന്നു. അതിൽ പുരാതന ഈജിപ്ഷ്യൻ ഭാഷയിൽ എന്തോ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ്: "Cursed be those who disturb the rest of Pharaoh." രാജാവിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നവർ അദ്ദേഹത്തിൻ്റെ ശാപത്തിനിരയായിരിക്കും എന്നായിരുന്നു അത്. 4 ആൾ ശ്രമിച്ചാൽ മാത്രം തള്ളി തുറക്കാവുന്ന ആ വാതിൽ നന്ദി പണിപ്പെട്ട് അയാൾ ഒറ്റയ്ക്ക് തള്ളിത്തു. തൻ്റെ കയ്യിൽ എരിയുന്ന പന്തത്തിൻ്റെ വെളിച്ചത്തിൽ അയാൾ കണ്ടു സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു ശവപ്പെട്ടിയും അതിനു ചുറ്റും സ്വർണവും അമൂല്യ രത്നങ്ങളും കുമിഞ്ഞുകൂടി കിടക്കുന്നത്. തൻ്റെ കയ്യിലെ സഞ്ചിയിലേക്ക് അയാളെല്ലാം വാരി നിറച്ചുകൊണ്ടേയിരുന്നു. തിരിച്ചു പോകാനൊരുങ്ങവേ പിറകിൽ നിന്നും അയാളൊരു ശബ്ദം കേട്ടു. അയാൾ നന്നെ ഭയന്നിരുന്നു. അയാൾ തിരിഞ്ഞു നോക്കി. പിറകിലൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ ആ സ്വർണ്ണ ശവപ്പെട്ടിക്ക് നേരെ നടന്നു. തൻ്റെ കയ്യിലെ സഞ്ചി നിലത്തിട്ട് അയാൾ ശവപ്പെട്ടിയിൽ ചെവിയോർത്തു. അതിനുള്ളിൽ ആരോ ശ്വസിക്കുന്നതായി അയാൾക്ക് തോന്നി. അയാൾ മെല്ലെ സർവ്വധൈര്യവുമെടുത്ത് ശവപ്പെട്ടി തുറന്നു നോക്കി. അതിനുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ കയ്യിൽ കത്തിയെരിയുന്ന പന്തത്തിൻ്റെ വെളിച്ചത്തിൽ അയാൾ കണ്ടു തൻ്റെ നിഴലിനെ തൊട്ടുപിന്നിൽ മറ്റൊരു നിഴൽ. അയാളുടെ ചുണ്ടുകൾ ഭയന്നു വിറച്ചുകൊണ്ട് മന്ത്രിച്ചു.